വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. തോബിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം. തോബിത്ത് സ്തോത്രഗീതാലാപനം പൂർത്തിയാക്കി. 58-ാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അവന് അത് വീണ്ടും കിട്ടി. അവൻ തുടർന്നും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കർത്താവായ ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തെ സ്തുതിക്കുകയും ചെയ്തു. വയോവൃദ്ധനായപ്പോൾ അവൻ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ച് പുത്രനോട് പറഞ്ഞു, കുഞ്ഞേ, ഇതാ എനിക്ക് വയസ്സായിരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു. നിന്റെ മക്കളെ എടുത്ത്, കുഞ്ഞെ, നീ മിദ്യാനിലേക്ക് പോവുക. കാരണം നിനിവേയെക്കുറിച്ച് അത് നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മേദിയായിൽ കുറെ കാലം കൂടി സമാധാനമുണ്ടായിരിക്കും. നമ്മുടെ സഹോദരർ തങ്ങളുടെ നല്ല ദേശത്ത് നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും. ജെറുസലേം വിജനമാകും. അവിടെയുള്ള ദേവാലയം അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും കുറെ കാലത്തേക്ക് അത് വിജനമായിരിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം വീണ്ടും അവരുടെ മേൽ കരുണ വർഷിക്കുകയും അവരെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിത്യതയുടെ മുഹൂർത്തങ്ങൾ പരിപൂർത്തിയാക്കപ്പെടുന്നതുവരെ മുമ്പത്തേതുപോലെ അല്ലെങ്കിലും അവർ ആലയം വീണ്ടും പണിയും. അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിനെ ഐശ്വര്യപൂർണമായി പുതുക്കി പണിയും. അവിടെ ദേവാലയത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എക്കാലത്തെയും എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള മഹിമയാർന്ന മന്ദിരം നിർമ്മിക്കപ്പെടും. അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവരായിത്തീരും. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചുമൂടും. ജനതകളെല്ലാം കർത്താവിനെ പ്രകീർത്തിക്കും. അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കും. കർത്താവ് തന്റെ ജനത്തെ ഉയർത്തും. സത്യത്തിലും നീതിയിലും കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും. ആകയാൽ കുഞ്ഞെ, ഇപ്പോൾ നിനിവേയിൽ നിന്ന് പോവുക. കാരണം എല്ലാം യോനാ പ്രവാചകൻ പറഞ്ഞതുപോലെ ആയിരിക്കും. നിനക്ക് ശുഭം ഭവിക്കേണ്ടതിന് നീ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും കരുണയും നീതിയും ഉള്ളവനായിരിക്കുകയും ചെയ്യുക. എന്നെ ഉചിതമായി സംസ്കരിക്കണം. നിന്റെ അമ്മയെ എൻ്റെ ചാരയും. ഇനിയും നിനിവേയിൽ താമസിക്കരുത്. കുഞ്ഞെ, തന്നെ പോറ്റിയ അഹിക്കാരനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചുവെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും നീ കാണുക. എന്നാൽ അഹിക്കാർ രക്ഷിക്കപ്പെടുകയും അപരന് തക്ക പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തു. അവൻ അന്ധകാരത്തിലേക്ക് അമർന്നു. അഹിക്കാർ ദാനധർമ്മം നൽകി. അങ്ങനെ നാദാബ് അവനൊരുക്കിയ മരണക്കെണിയിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെട്ടു. നാദാബ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു. ആകയാൽ കുഞ്ഞുങ്ങളെ, ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതി എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും കാണുവിൻ. കിടക്കയിൽ അവൻ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ആത്മാവ് വേർപെട്ടു. അവന് 158 വയസ്സായിരുന്നു. തോബിയാസ് അവനെ ആഡംബരപൂർവം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ അവൻ അവളെ തന്റെ പിതാവിന്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് തന്റെ ഭാര്യയെയും തന്റെ പുത്രന്മാരെയും കൂട്ടി എക്ബത്താനായിൽ തന്റെ അമ്മായിയപ്പനായ രഘുവേലിന്റെ അടുക്കിലേക്ക് പോയി. അവൻ കീർത്തിയോടെ വാർദ്ധക്യം പൂണ്ടു. ഭാര്യയുടെ മാതാപിതാക്കന്മാരെയും അവൻ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അവരുടെയും തന്റെ പിതാവായ തോബിത്തിന്റെയും സമ്പത്ത് അവന് അവകാശമായി ലഭിച്ചു. അവൻ മേദിയായിലെ എക്ബത്താനായിൽ വെച്ച് 127-ാം വയസ്സിൽ മരിച്ചു. നബുക്കദ്നേസറും അഹസ്വേരോസും കീഴടക്കിയ നിനിവേയുടെ നാശത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുൻപ് അവൻ കേട്ടു. മരിക്കുന്നതിന് മുൻപ് അവന് നിനിവേയെക്കുറിച്ച് സന്തോഷിക്കാൻ ഇടവന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു: നീ പോയി കുശവനിൽ നിന്ന് ഒരു മൺകലം വിലക്കി വാങ്ങുക.
ജനപ്രമാണികളെയും പുരോഹിത ശ്രേഷ്ഠരിലെയും ചിലരെ കൂട്ടിക്കൊണ്ട് കലകഷ്ണ കവാടത്തിങ്കലെ ബെൻഹിന്നോം താഴ്വരയിലേക്ക് പുറപ്പെടുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ അവിടെ വെച്ച് പ്രഘോഷിക്കുക. നീ പറയണം: യൂദാ രാജാക്കന്മാരെ, ജെറുസലേം നിവാസികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഇതാ, കേൾക്കുന്നവന്റെ ചെവി ധരിക്കുന്ന അനർത്ഥം ഞാൻ ഈ സ്ഥലത്ത് വരുത്തുന്നു. എന്തെന്നാൽ അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലം അന്യമാക്കി. അവരോ അവരുടെ പിതാക്കന്മാരോ യൂദാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ഇവിടെ ധൂപമർപ്പിച്ചു. ഈ സ്ഥലം നിഷ്കളങ്കരുടെ രക്തം കൊണ്ട് നിറച്ചു. ബാലിന് ഹോമയാഗങ്ങളായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ ബാലിന്റെ പൂജാഗിരികൾ പണിതു. അത് ഞാൻ കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ അല്ല, എൻ്റെ മനസ്സിൽ ഉദിച്ചതുമല്ല. അതിനാൽ ഇതാ, കൊലയുടെ താഴ്വര എന്നല്ലാതെ ഇനിയും തോഫെത്ത് എന്നോ ബെൻഹിന്നോം താഴ്വര എന്നോ ഈ സ്ഥലം വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു. കർത്താവിന്റെ അരുളപ്പാട്. യൂദയായുടെയും ജെറുസലേമിന്റെയും ആലോചന ഈ സ്ഥലത്ത് വെച്ച് ഞാൻ നിഷ്ഫലമാക്കും. അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വച്ച് വാളാലും അവരുടെ ജീവൻ തേടുന്നവരുടെ കരത്താലും ഞാൻ അവരെ വീഴിക്കും. അവരുടെ മൃതശരീരം ആകാശത്തിലെ പറവഗണത്തിനും ഭൂമിയിലെ മൃഗഗണത്തിനും ഭക്ഷണമായി ഞാൻ നൽകും. ഈ നഗരത്തെ ഞാൻ ശൂന്യവും പരിഹാസപാത്രവുമാക്കും. അവളെ കടന്നു പോകുന്ന ഓരോരുത്തരും അവളുടെ സകല മുറിവുകളെയും പ്രതി അവഹേളിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. ഉപരോധം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും അവരുടെ ശത്രുക്കളും അവരുടെ ജീവൻ തേടുന്നവരും അവരെ ഞെരുക്കുമ്പോൾ അവരോരോരുത്തരും അയൽക്കാരന്റെ മാംസം ഭക്ഷിക്കും. എന്നിട്ട് നിന്റെ കൂടെ പോന്ന ആളുകളുടെ കൺമുൻപാകെ നീ കലം ഉടയ്ക്കണം. നീ അവരോട് പറയണം: സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: വീണ്ടും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം ഒരുവൻ കുശവന്റെ കലം തകർക്കുന്നത് പോലെ ഈ ജനത്തെയും ഈ നഗരത്തെയും ഞാൻ ഇങ്ങനെ തകർക്കും. സംസ്കരിക്കാൻ ഒരു സ്ഥലവുമില്ലാത്തതിനാൽ തോഫത്തിൽ അവർ അവരെ സംസ്കരിക്കും. ഈ നഗരത്തെ തോഫത്ത് പോലെയാക്കാനായി ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും. കർത്താവിന്റെ അരുളപ്പാട്. ജെറുസലേമിലെ ഭവനങ്ങളും യൂദാ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും, അതായത് മേൽക്കുരകളിൽ ഓരോ ആകാശശക്തിക്കും ധൂപമർപ്പിക്കുകയും അന്യദേവന്മാർക്ക് പാനീയ യാഗങ്ങൾ നിവേദിക്കുകയും ചെയ്തിരുന്ന ഭവനങ്ങളെല്ലാം തന്നെ തോഫത്ത് സ്ഥലം പോലെ മലിനമാകും. തോഫത്തിൽ പ്രവചിക്കാൻ കർത്താവ് അയച്ച ജെറമിയ അവിടെ നിന്ന് പോന്ന് കർത്തൃഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജനത്തോടുമായി പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഇതാ, ഈ നഗരത്തെക്കുറിച്ചും ഞാൻ പ്രഖ്യാപിച്ച ഓരോ അനർത്ഥവും ഇതിന്മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിന്മേലും ഞാൻ വരുത്താൻ പോകുന്നു. എന്തെന്നാൽ എൻ്റെ വാക്കുകൾ കേൾക്കാതെ അവർ തങ്ങളുടെ പിടലി കഠിനമാക്കിയിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം. ഇമ്മറിന്റെ മകനും കർത്തൃഭവനത്തിലെ മുഖ്യ മേൽനോട്ടക്കാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ ഇക്കാര്യങ്ങൾ പ്രവചിക്കുന്നത് കേട്ടു. പാഷൂർ ജെറമിയ പ്രവാചകനെ പ്രഹരിച്ച് കർത്തൃഭവനത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു. പിറ്റേ ദിവസം പാഷൂർ ജെറമിയായെ മുക്കാലിയിൽ നിന്ന് വിടുവിച്ചപ്പോൾ ജെറമിയ അവനോട് പറഞ്ഞു: നിന്റെ പേര് കർത്താവ് വിളിക്കുന്നത് പാഷൂർ എന്നല്ല, മറിച്ച് ചുറ്റും ഭീകരത എന്നാണ്. കാരണം കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഇതാ, നിന്നെ ഞാൻ നിനക്കും നിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭീതിയാക്കി മാറ്റുന്നു. നിന്റെ കണ്ണുകൾ കാണുകെ അവർ തങ്ങളുടെ ശത്രുക്കളുടെ വാളാൽ നിബദിക്കും. യൂദാ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവർ അവരെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും വാളാൽ വധിക്കുകയും ചെയ്യും. കൂടാതെ ഈ നഗരത്തിലെ സർവ്വസമ്പത്തും എല്ലാ ആദായവും വിലപിടിപ്പുള്ള സകലതും യൂദാ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. അവർ അവ കൊള്ള ചെയ്ത് പിടിച്ചെടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോകും. പാഷൂരെ, നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും അടിമത്തത്തിലേക്ക് പോകും. നീ ബാബിലോണിലേക്ക് പോവുകയും
അവിടെ വെച്ച് മരിക്കുകയും അവിടെ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്യും. നീയും നീ ആരോട് വ്യാജമായി പ്രവചിച്ചുവോ നിന്റെ ആ എല്ലാ പ്രിയപ്പെട്ടവരും. ജെറമിയായുടെ പരാതി. കർത്താവേ, അങ്ങ് എന്നെ വശീകരിച്ചിരിക്കുന്നു. ഞാൻ വശീകരിക്കപ്പെട്ടു. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. എന്തെന്നാൽ ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ കരഞ്ഞു വിളിച്ചു പറയുന്നു, അക്രമം, നാശം. എന്തെന്നാൽ കർത്താവിൻ്റെ വചനം ദിവസം മുഴുവൻ എനിക്ക് നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ അവിടത്തെ ഓർക്കുകയില്ല, അവിടത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അത് ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ആയിരുന്നു. എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന അഗ്നി. അത് ഉള്ളിലൊതുക്കി ഞാൻ തളർന്നിരിക്കുന്നു. എനിക്ക് കഴിയാതെയായി. എന്തെന്നാൽ അനേകരുടെ അടക്കം പറച്ചിൽ ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീകരത. അപലപിക്കുവിൻ, നമുക്ക് അവനെ അപലപിക്കാം. എൻ്റെ പതനം കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതികളായ മർത്യരെല്ലാം പറയുന്നു, അവൻ കബളിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെ നമുക്ക് അവനെ തോൽപ്പിക്കാം, അവനോട് പ്രതികാരം ചെയ്യാം. ഭീതിതനായ യോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാൽ എന്നെ പിന്തുടരുന്നവർ ഇടറി വീഴും, അവർ വിജയിക്കുകയില്ല. തങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാത്തതിനാൽ അവർ ഏറെ ലജ്ജിക്കും. നിത്യമായ അവമാനം വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, നീതിമാനെ പരിശോധിക്കുന്നവനെ, ഉള്ളും ഉള്ളവും കാണുന്നവനെ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം ഞാൻ കാണട്ടെ. കാരണം ഞാൻ എൻ്റെ വ്യവഹാരം അങ്ങയെ ബോധിപ്പിച്ചിരിക്കുന്നു. കർത്താവിന് കീർത്തനം ആലപിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രന്റെ ജീവനെ അവിടുന്ന് മോചിപ്പിച്ചു. ഞാൻ ജനിച്ച ദിവസം ശബ്ദമാകട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിനം അനുഗ്രഹീതമാകാതിരിക്കട്ടെ. നിനക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ അതിയായി സന്തോഷിപ്പിച്ചയാൾ ശബ്ദനാകട്ടെ. കർത്താവ് നിർദ്ദയെ നശിപ്പിച്ച പട്ടണങ്ങൾ പോലെയാകട്ടെ ആ മനുഷ്യൻ. രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവൻ കേൾക്കട്ടെ. കാരണം എൻ്റെ അമ്മ എൻ്റെ ശവകുടീരവും അവളുടെ ഗർഭപാത്രം എന്നെ കൊണ്ടും നിത്യം നിറഞ്ഞതും ആയിരിക്കും വിധം ഗർഭപാത്രത്തിൽ വെച്ച് അവൻ എന്നെ കൊന്നില്ല. എൻ്റെ ദിനങ്ങൾ അപമാനത്തിൽ അവസാനിക്കും വിധം അധ്വാനവും സങ്കടവും കാണാൻ എന്തിനാണ് ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 21 അധ്യായം 27 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. 7 ദിവസം തികഞ്ഞപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു. അവർ ജനക്കൂട്ടത്തെയാകെ ഇളക്കുകയും അവനെ പിടിക്കുകയും ചെയ്തു. അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിനെ സഹായിക്കുവിൻ. ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനുമെതിരെ എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്ന മനുഷ്യൻ ഇവനാണ്. മാത്രമല്ല, ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫേസുസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു. പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവർ വിചാരിച്ചു. നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി. ജനക്കൂട്ടം ഓടിക്കൂടി. അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു. അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സൈന്യത്തിലെ സഹസ്രാധിപന് അറിവ് ലഭിച്ചു. അവൻ ഉടൻ തന്നെ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. സഹസ്രാധിപനെയും ഭടന്മാരെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു. സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു. അവനെ 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു. അവൻ ആരാണെന്നും എന്ത് ചെയ്തെന്നും അന്വേഷിച്ചു. ജനക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ ബലാത്കാര നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടുപോയി. അവനെ കൊന്നുകളയുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പുറകെ കൂടി. പാളയത്തിലെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അവൻ ചോദിച്ചു, നിനക്ക് ഗ്രീക്ക് അറിയാം അല്ലേ? അപ്പോൾ കുറച്ചുനാൾ മുൻപ് കലാപമുയർത്തുകയും 4000 ഭീകരവാദികളെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ? പൗലോസ് പറഞ്ഞു,
കിലിക്കായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ. അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ. ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പൂർണ്ണ നിശബ്ദതയുണ്ടായപ്പോൾ അവൻ ഹെബ്രായ ഭാഷയിൽ പ്രസംഗിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.